ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്തെ കീഴ്മേൽ മറിച്ച ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചതായ സ്വർഗീയ ദർശനങ്ങളാണ് നമ്മളുടെ വിഷയം. ഒന്നാമത്തെ ദർശനം കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. ഒരു ദിവ്യപ്രകാശം. ദൈവത്തിനെതിരായി ഓടിയതായ പൗലോസ്ലീഹായെ കത്തി ജ്വലിക്കുന്ന സുവിശേഷകനാക്കി മാറ്റിയതായ വ്യക്തിപരമായ ദർശനം. അവിടെ വെച്ച് വ്യക്തമായൊരു സമർപ്പണം എടുത്തു നാം ധ്യാനിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ വ്യക്തിക്ക് ഒരു വ്യക്തമായ നിയമനവും ദൗത്യവും ലഭിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഓടുക. അതിനാ വ്യക്തി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വിളി കേട്ടു, മക്കദോന്യ വിളി. അതാണ് രണ്ടാമത്തെ ദർശനം. ഞങ്ങളെ വന്ന് സുവിശേഷം അറിയിച്ച് പാപത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷയുടെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം. പൗലോസ്ലീഹ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു. മൂന്നാമത്തെ ദർശനം ഏതാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ വായിച്ചു. 8 മുതൽ 10 വരെ വാക്യങ്ങൾ. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. യേശുക്രിസ്തുവിന്റെ ദിവ്യമായിരിക്കുന്ന സുവിശേഷത്തിന്റെ ദൂതുമായി പൗലോസ്ലീഹ ഓടുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഏറ്റവും വലിയ അടയാളം, ഏറ്റവും വലിയ അത്ഭുതം കൊടുംപാവികളുടെ മാനസാന്തരമാണ്. വ്യക്തികളും കുടുംബങ്ങളും മാനസാന്തരപ്പെട്ടു, കർത്താവിൽ വിശ്വസിച്ചു. അടുത്ത വാക്യം, ദർശനം ഏതാണ്? രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്. മൂന്നാമത്തെ ദർശനം, രാത്രിയിൽ കർത്താവ് പൗലോസിനോട് ദർശനത്തിൽ, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. എന്ത് ആശ്വാസമാണ്! ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മകനെ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ കണ്ട ചില ദൈവമക്കളുണ്ട്, ഞാൻ ആശ വെച്ച ചില ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ അങ്ങോട്ട് ചെല്ലണം. വലിയ എതിർപ്പുകൾ വരും. പിന്നീട് ദർശനത്തിൽ അത് പറയുന്നുണ്ട്. നിർമ്മലമായ സുവിശേഷം സാക്ഷ്യത്തോട് ചേർത്ത് പറയുകയാണ്. പൗലോസ്ലീഹ എവിടെ ചെല്ലുമ്പോഴും ആ കാര്യം ഒന്ന് പറയും. ഞാൻ മുമ്പേ നിഷ്ഠൂരനും ഉപദ്രവിയുമായിരുന്നു, കൊള്ളരുതാത്തവനായിരുന്നു, ദൈവമക്കളെ കൊല്ലാൻ വേണ്ടി കൊലനിശ്ചിട്ട് ഓടിയവനായിരുന്നു. പക്ഷേ എനിക്ക് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് വ്യക്തമായ ഒരു അനുഭവം കിട്ടി. എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എൻ്റെ വേദപുസ്തക പാണ്ഡിത്യത്തിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എൻ്റെ പള്ളിഭക്തിയുടെ പശ്ചാത്തലത്തിലോ കുടുംബ പാരമ്പര്യത്തിലോ മഹാപുരുഷന്മാരുടെ അധികാരപത്രത്തിൻ്റെതായ ആ ധൈര്യത്തിലോ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ നേരിട്ട് എൻ്റെ രക്ഷകനെ കണ്ടു. ഞാൻ പഴയ വ്യക്തിയല്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കിനി മിണ്ടാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വേറെ ഒന്നും പറയില്ല. അവനവൻ്റെ സാക്ഷ്യം പറയും, എന്ത് പറയും? 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. എവിടെയെങ്കിലും സുവിശേഷത്തിൻ്റെ എതിർപ്പ് വരുന്നുണ്ടോ ഓർത്തുകൊള്ളണം, നിർമ്മല സുവിശേഷം അവിടെ ഘോഷിച്ചു. നമ്മുടെ കൂട്ടായ്മയ്ക്ക് എതിരെ വരാൻ എന്താ കാരണം? നമ്മൾ ആരോടെങ്കിലും കാശ് വിരിക്കുന്നില്ല, സഭ മാറാൻ പറയുന്നില്ല, കക്ഷി മാറ്റുന്നില്ല, ആരെയും ഒന്നും കുറ്റം പറയുന്നില്ല. പിന്നെ എന്തിനാ എതിർക്കുന്നത് ദൈവമക്കളെ? എന്തിനാ എതിർക്കുന്നത്? ആകെ നോക്കിയാൽ വ്യക്തികളും കുടുംബങ്ങളും സ്വർഗീയമായ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നു. ഇവിടെ വേദനയും പ്രയാസമാണ്, നിത്യത സ്വർഗത്തിൽ കഴിക്കണം. അത് മാത്രമല്ലേ അടിയങ്ങൾ പറയുന്നുള്ളൂ. കർത്താവിൻ്റെ രണ്ടാമതിനു വേണ്ടി ഒരുങ്ങുക, അനേകരെ ഒരുക്കുക. പിന്നെ എന്തിനാ എതിർക്കുന്നത്? ഒറ്റ കാര്യം മാത്രം വായിച്ചേ. 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. ശീലാസും തിമോഥെയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറേ, പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശുക്രിസ്തു തന്നെ. ശുഷ്കാന്തി പൂണ്ട് പൗലോസ്ലീഹ എന്താ പ്രസംഗിച്ചത്? യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. വേറെ ഒന്നുമില്ല. കേട്ടോ നിങ്ങൾ, ഒരു മർമ്മ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു തന്നെ ആകാശത്തിന് കീഴിലുള്ള ഏക സത്യരക്ഷകൻ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടാൻ വേറെ നാമമില്ല. അത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിച്ചാലും ഇതേ പറയാനുള്ളൂ. ദൈവമക്കൾ എല്ലാവരും ഒന്ന് വ്യക്തമായി കേട്ടിട്ട് പോകണം.
സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ ഓർത്തഡോക്സുകാർക്ക് ഓർത്തഡോക്സ് വഴിയും, യാക്കോബായക്കാർക്ക് യാക്കോബായ വഴിയും, റോമൻ കത്തോലിക്ക് കത്തോലിക്ക വഴിയും, പൊന്തിക്കസുകാർക്ക് പൊന്തിക്കസ് വഴിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ മണവറ പോകണമെങ്കിൽ അവിടെ എത്തുവാനായി ലോകത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി തുറക്കപ്പെട്ട ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തെരശ്ശീല ചീന്തി തുറന്ന വിശുദ്ധിയുടെ വഴി. ആ വഴിയിലേക്ക് മാത്രമേ ദൈവമക്കൾ ആര് പ്രസംഗിച്ചാലും വിരൽ ചൂണ്ടുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ട് സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ മാത്രം ഉയർത്തുന്ന ദൈവികമായിരിക്കുന്ന രംഗം. എതിർപ്പുകൾ ശക്തിയോടെ വരും, യാതൊരു സംശയമില്ല. പക്ഷേ എതിർക്കുന്നവരുടെ മുൻപിൽ ഒരു ശബ്ദം കേൾക്കാം. എന്താണ്? വൈശേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അത് മതി ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ ആരാധിക്കാൻ തോന്നുകയാണ്. നമുക്കുള്ള ആകെ ധൈര്യം എന്താ? പ്രസംഗിക്കാൻ ആളുണ്ടെന്നുള്ളത് കൊണ്ടാണ്, നല്ല ഹോളുണ്ടെന്നുള്ളത് കൊണ്ടാണ്, കൺവെൻഷൻ ആൾ വന്നു എന്നുള്ളത് കൊണ്ടാണ്, ഇത്രമാത്രം ആളുകൾ കൂടി വരുന്നുള്ളത് കൊണ്ടാണ്. ഒന്നുമല്ല. ഒരൊറ്റ കാര്യം മാത്രം, യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു കൂടെയുണ്ട്. അല്ല, യേശുവിന്റെ ചങ്കിരകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പൗലോസ്ലീഹായോട് വളരെ വ്യക്തമായി നേരിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ പ്രസംഗിച്ചു കൊള്ളുക. എന്ത് ധൈര്യമെന്നറിയാമോ? സ്വയമേ ഒന്നും ഞങ്ങൾ ധൈര്യമുള്ളവരല്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ചങ്കിനകത്ത് ഒരുത്തൻ വസിക്കുന്നുണ്ട്. അവൻ പരാജയമറിയാത്ത യൂദയുടെ സിംഹമാണ്. ശക്തനാക്കുന്നവൻ മുഖാന്തരം എടുത്ത വാക്കെന്താ? സകലത്തിനും. നിങ്ങൾക്ക് മനസ്സുണ്ട് ദൈവമക്കൾ ചേർന്ന് നടക്കാൻ. ഞങ്ങളൊക്കെ അങ്ങ് മറക്ക്. ശക്തനായ ഒരുത്തൻ കൂടിയുണ്ട്. പരാജയമറിയാത്ത യൂദയുടെ സിംഹം കൂടിയുണ്ട്. ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. കൂട്ടായ്മയെ നടത്താൻ ദൈവമുണ്ടെന്ന് പറയുകയല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താ പറയേണ്ടത്? എൻ്റെ രക്ഷകൻ ഈ ചങ്കിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ മാറിയത്. ഒരു പൗലോസായി മാറിയത് വേറെ എവിടെയെങ്കിലും പോയിട്ടല്ല. രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു കരിക്കട്ട തീയായതെങ്ങനെയാണ്? വേറെ ഒന്നും കൊണ്ട് നടക്കുവോ? കഴിയാൻ നടക്കുവോ? ഒരുമിയാൻ നടക്കുവോ? ദൈവമക്കളെ, തീ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മൂന്നാമത്തെ ദർശനം എന്താണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട. ഭയത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ജീവിതത്തിൽ പല ബദ്ധപ്പാടുകളും, പ്രതീക്ഷിക്കാത്തതായ ചില അപകടങ്ങളും, ഒട്ടും പ്രതീക്ഷിക്കാത്തതായ ചില അത്യാഹിതങ്ങളും എല്ലാം വന്നല്ലോ. മുമ്പിലത്തെ വാതിലെല്ലാം അടഞ്ഞു പോയല്ലോ. ഇനി ഒരാശയ്ക്ക് വകയുണ്ടോ? ഇനി ഒരു നല്ല ഭാവിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ഉണക്കമരത്തിൽ നിന്നൊരു കൂമ്പ് വരുമോ? ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ട് വേണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയല്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു പറഞ്ഞിട്ടില്ലേ അത്? ഹല്ലേലൂയ. മൂന്നാമത്തെ ദർശനം അതാണ്. നാലാമത്തെ ദർശനം ഏതാണ്? അപ്പോസ്തലപ്രവൃത്തികൾ 22-ാം അധ്യായത്തിന്റെ 17 മുതൽ 21 വരെ വായിച്ച്. പിന്നെ ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു വിവശതയിലായി അവനെ കണ്ടു. ദൈവികമായ നാലാമത്തെ ലക്ഷണം എന്താണ്? നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേം വിട്ടു പോക. നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അതിന് ഞാൻ, കർത്താവെ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോക, ഞാൻ നിന്നെ ദൂരത്തെ ജാതികളുടെ അടുക്കിലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കരുതുന്നതായ ഒരു ദർശനമാണിത്. ഒന്നുകൂടെ വായിച്ച് 17-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച് 17 മുതൽ. ഞാൻ യെരുശലേമിൽ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന നേരം ഒരു വിവശതയിലായി. വിവശതയിലായപ്പോൾ കണ്ട ദർശനം എന്താണ്? കേട്ട ശബ്ദം എന്താ? വായിച്ചു. നീ ബന്ധപ്പെട്ട് വേഗം യെരുശലേമിൽ വിട്ടുപോക. ദൈവത്തിന് മനസ്സിലായ ദൈവമക്കളെ, ആത്മീയ ജീവിതം എന്ത് മനോഹരമാണ്. നീ ഇപ്പൊ ഇനി ഇവിടെ നിൽക്കണ്ട.
അപകടം വരുവാണ്. നിന്നെ കൊല്ലും, നിന്നെ ചീന്തി കീറും. ദൈവാലയമുള്ളതായ ഇവിടെ നിന്നല്ല നിന്റെ വേല. നിന്നെ കൊണ്ട് കുറേ നാൾ ജീവിച്ച് വേല ചെയ്യാൻ നിന്നിൽ ഞാൻ ആശ വെച്ചിട്ടുണ്ട്. 22-ാമത്തെ അധ്യായം എടുത്ത് 22-22 വായിച്ച്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവെല്ലാം മുന്നമേ കാണുകയാണ്. 22-22 വായിച്ച്. ഈ വാക്കോളം അവർ അവനെ ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക. ഈ പൗലോസിനുണ്ടല്ലോ, ഇനി ഭൂമിയിൽ കാണാൻ ഇടവരുത്. വായിച്ചോ. അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ നടത്താൻ ഒരു സർവശക്തനായ ദൈവമുണ്ട്. എൻ്റെ നാളത്തെ കാര്യം എനിക്കറിയാൻ വയ്യ, പക്ഷേ എനിക്കൊരു ധൈര്യമുണ്ട്. എന്നെ നടത്താനൊരു യേശുവുണ്ട്. ഞാൻ എൻ്റെ കൈകളിലല്ല, എൻ്റെ ഭാര്യയുടെ കൈകളിലല്ല, മക്കളുടെ കൈകളിലില്ല. എന്നെ വിലയ്ക്ക് വാങ്ങിയ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലാണ്. എനിക്കറിയാവുന്നത് പോലെ തീരെഴുതി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ യേശു എത്ര യാഥാർത്ഥ്യമാണ്. അതൊരു ദൈവത്തിൻ്റെ കൃപയാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ നിൽക്കേണ്ട, വേഗം ഈ ദേശം വിട്ടു പോയിക്കൊള്ളുക. നിങ്ങൾ കൂടുതലൊന്നും അറിയേണ്ട ദൈവമക്കളെ. കർത്താവേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചു കൊള്ളാം. മണ്ടത്തരമാണെന്നൊക്കെ എനിക്ക് തോന്നും. പത്രോസിക പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇവിടെ അധ്വാനിച്ച്, കർത്താവിനേക്കാൾ കൂടുതൽ എവിടെയാണ് മീനുള്ളതെന്ന് എനിക്കറിയാമല്ലോ. ഒരു പൊടിച്ചു പോലും കിട്ടിയില്ല. പിന്നെ നീ എന്തിനാണ് എന്നെ വീണ്ടും അവിടെ വല വീശാൻ പറഞ്ഞത്? പക്ഷെ നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ആത്മീയ ജീവിതത്തിനകത്ത് സ്വന്തം ബുദ്ധിയും കഴിവും ആലോചനയും ഒന്നും വേണ്ട. നിങ്ങൾ തികഞ്ഞ നിഷ്കളങ്കതയോടും പരമാർത്ഥയോടും കൂടി ദൈവത്തോട് പറയുക, എന്നെ ഒന്നും നടത്താമോ കർത്താവ്? ഈ മണ്ടിയായിരിക്കുന്ന എന്നെ, ഈ പൊട്ടിയായിരിക്കുന്ന എന്നെ, ഈ മണ്ടനായിരിക്കുന്ന എന്നെ, ദൈവത്തിന് പലപ്പോഴും മണ്ടത്തരം കാണിക്കുന്ന എന്നെ, വേണ്ടാത്തൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന എന്നെ, പരിശുദ്ധാത്മാവേ ഒന്നും നടത്താമോ? എനിക്കും തിയോളജി ഒന്നും പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. ഹല്ലേലൂയ. നടത്താനൊരു ദൈവമുണ്ട്. നീ അങ്ങോട്ട് പോകണ്ട. ഹല്ലേലൂയ. ഞാൻ അതിനുശേഷം സാധാരണ ഒരു സംഭവത്തിന് ശേഷം പറയാറുണ്ട്, തരുന്നതും തടുക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരിക്കലും ഒരു സുവിശേഷ വേലയ്ക്ക് പോയി, പ്രസംഗം കഴിഞ്ഞ് എനിക്ക് പോരേണ്ടതായിരിക്കുന്ന വണ്ടി ഞാൻ അതിനകത്ത് കയറാൻ ചെന്നപ്പോൾ എന്നെ കയറ്റിയില്ല. ഞാൻ ആ സ്റ്റെപ്പയിലേക്ക് ആർവിച്ച്, എനിക്കതിലാണ് പോരേണ്ടത്. ഞാൻ പുറകാലെ ചെന്നു. അയ്യോ, എന്നെ ഒന്ന് കയറ്റണം സാറേ, ഞാൻ കണ്ടക്ടറോട്. അദ്ദേഹം കേൾക്കുന്നുണ്ട്, പക്ഷെ വാതിൽ കൊട്ടി അടച്ചു. എന്നെ കൊണ്ടുപോയതായിരിക്കുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വണ്ടി കയറ്റിയിട്ട് ഞാനിത് ഓവർടേക്ക് ചെയ്ത് പിടിച്ചു തരാമെന്ന് പറഞ്ഞു പോയി. എത്താൻ പറ്റിയില്ല. എത്ര നോക്കിയിട്ട് എത്താൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഇനി തിരിച്ചു പോയി. എനിക്ക് പേടിയാണ് ഇത്രയും സ്പീഡിൽ പോകാൻ. അല്ല, ഇതിൽ പോയില്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ച് വീട്ടിലെത്തണേ? പിന്നെ റിസർവേഷനൊന്നും ഇല്ലല്ലോ. ദൈവമക്കളെ, ഞാനെന്താ പറയുക, എന്നെ ആ വണ്ടിയെ കയറ്റിയില്ല. ഞാൻ തിരിച്ചു വന്ന് അവിടെ മ്ലാനവതനായിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നതാണല്ലോ, ദൈവം എനിക്ക് വേണ്ടി കരുതി ആ വണ്ടിയെ കയറ്റി വിട്ടില്ല എന്നാ മണ്ടനായിരിക്കുന്ന എൻ്റെ ബുദ്ധി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നാലെ ഒരു വണ്ടി വന്നു, ഒരു എക്സ്പ്രസ്. ബാക്കി എല്ലാവരും ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റിൽ പോയില്ലോ, അതിലൊരു സീറ്റുണ്ടായിരുന്നു, എന്നെ കയറ്റിക്കൊണ്ടുപോയി. ഞാൻ പുറകാലെ വന്ന വണ്ടിയിൽ ചെന്നപ്പോൾ എന്നെ കയറ്റാതെ മുന്നിൽ പോയതായി സൂപ്പർ ഫാസ്റ്റ് ഒരു വലിയ ചുരത്തിൽ തലകുത്തനെ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ ദൈവം കണ്ടതാണ്. മക്കളെ, ഒരു ദൈവമില്ലേ? ഒരു ദൈവം ജീവിക്കുന്നില്ലേ? ഞാനീ പറയുന്നൊരു യേശുവില്ലേ? ഞാനല്ലോ പറഞ്ഞ എൻ്റെ തലമുടിയിഴകളിൽ ഒന്നെങ്കിലും നിലത്ത് വീഴണമെങ്കിൽ. ഹല്ലേലൂയ. കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ. 4-ാമത്തെ ദർശനം കരുതലിൻ്റെ ദർശനമാണ്. നീ ഇവിടെ നിൽക്കണ്ട, പോക്കൂ. നിന്റെ വേല ഇവിടെയല്ല, ജാതികളുടെ ഇടയിലാണ്. 5-ാമത്തെ ദർശനം എന്താണ്? അപ്പോസ്തലപ്രവൃത്തികൾ 23-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിച്ച്. 23-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പൗലോസിനെ ചീന്തിക്കളയുമെന്ന്, കഷ്ണമാക്കി വെട്ടി ചീന്തി മുറിച്ചു കളയും, കൊന്നുകളയുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളതായ ഒരു രംഗത്ത് എന്ന് പൗലോസ് പെട്ടു. വായിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എല്ലാവരും കൂടെ ചുറ്റം കൂടിയേക്കാണ്.
ഇവനെ പിച്ചി ചീന്തി കൊന്നു ഭൂമുഖത്ത് നിന്ന് എറിഞ്ഞു കളയണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. എന്തോരം പേരാ കൊല നിശ്വസിച്ചുണ്ട്. ഈ പൗലോസ്ലീഹ കൊല നിശ്വസിച്ചുകൊണ്ട് ഓടിയ ആളാണ്. ഇപ്പോൾ പൗലോസ്ലീഹയ്ക്കെതിരായി അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും മഹാവിരുദ്ധന്മാരെല്ലാം ഉൾപ്പെടെ പൗലോസ്ലീഹായെ വകവരുത്തുവാൻ വേണ്ടി, പിച്ചി ചീത്താൻ വേണ്ടി, ദേശത്ത് നിന്ന് പറിച്ചെറിച്ച് കളയാൻ വേണ്ടി, കൊന്നുകളയാൻ വേണ്ടി അധ്വാനിക്കുന്ന സമയം. അപ്പോൾ അത് കർത്താവ് കാണുന്നുണ്ട്. അന്നേരം വായിച്ചേ, അപ്പോൾ രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവരെന്തുമാത്രം ആളാ! നിങ്ങളെല്ലാവരും കൂടി ഇപ്പൊ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് സ്തേഫാനോസിന്റെ ചുറ്റും കൂടിയതുപോലെ ഓടാന്നിരിക്കട്ടെ. സ്വർഗം അത് കണ്ടു. സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് ഇപ്പോൾ ധന്യനായിരിക്കുന്ന പൗലോസിലെ അടുക്ക് നിൽക്കുകയാണ്. ഇറങ്ങി വന്ന് ദർശനത്തിൽ എന്തു പറഞ്ഞു? ധൈര്യമായിരിക്കുക. നിങ്ങൾക്ക് വന്ന് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ദൈവം, അടുത്ത വാക്കെന്താ? സർവശക്തനാ. സാത്താന് ശക്തിയുണ്ട്, മനുഷ്യർക്ക് ശക്തിയുണ്ട്. പക്ഷെ എൻ്റെ ദൈവം, ഈ കൂട്ടായ്മയിലെ ദൈവം, കാൽവറിയിലെ ദൈവം, ഉയർത്തും ജീവിക്കുന്ന യേശു, ഹല്ലേലൂയ, അവൻ സർവശക്തനാണ്. അടുത്ത വാക്ക് പറഞ്ഞ് അവൻ ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവനാണ്. ഏകനായി മഹാത്ഭുതം. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടോ? ഈ ദൈവം എന്നെ നടത്തും, ഈ ദൈവം എന്നെ സംരക്ഷിക്കും, ഈ ദൈവം എന്നെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ എത്തിക്കും. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ. ഹല്ലേലൂയ, ഇത് ദൈവം കേൾക്കുന്നില്ലേ? ഈ ഓട്ടം അങ്ങോട്ടാണ് ദൈവമക്കളെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പല വിധത്തിലുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങളും പീഡകളും നിന്നെ കൊല്ലാൻ തക്കവണ്ണം ദൈവമക്കൾ ഈ കാലത്തൊരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിഷ്കളങ്ക ഹൃദയത്തോടും നിരൂപണ വിശുദ്ധിയോടും കർത്താവായി യേശുക്രിസ്തുവിന്റെ ലജ്ജിപ്പാൻ വകയില്ലാത്ത ഒരു സാക്ഷിയായി ആത്മാക്കളെ നേടുവാൻ വേണ്ടി കൈയും മെയ്യും മറന്ന് എനിക്ക് ഓടണമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടതായ ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ വിടുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ സാത്താനും അവൻ്റെ ശക്തികളും എല്ലാം വട്ടം കൂടുന്നുണ്ട്. അത് പലതരത്തിലായിരിക്കാം. വേണ്ടപ്പെട്ടവരുടെ മരണമോ വേർപാട് മുഖാന്തരമായിരിക്കാം, രോഗമായിരിക്കാം, മറ്റല്ലെങ്കിൽ ഏതെങ്കിലും വലിയതായിരിക്കും നഷ്ടങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ ഓർത്തുകൊള്ളണം, ഒരിക്കലും തളരരുത്. ഞാൻ നിന്നോട് കൂടിയുണ്ട്. ധൈര്യം പകരുന്ന ദർശനമാണ് അഞ്ചാമത്തേത്. ഹല്ലേലൂയ, നിന്നിൽ നിന്നുകൊണ്ട് ശവക്കുഴിക്കപ്പുറമുള്ളതായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുണ്ട്. വേറെ ഒന്നും നീ നോക്കണ്ട. ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവം നിനക്ക് ഏറ്റവും നല്ലത് കരുതും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഇനി നിങ്ങളെ കൊണ്ട് ചില വേലകളെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതാണ് അഞ്ചാമത്തെ ദർശനം. ധൈര്യം പകരുന്ന ഭീരുക്കളാണ്, ബലഹീനരാണ്. നമുക്ക് എന്നാ കരുത്തുള്ളത്? പക്ഷേ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായതാണ്. അവസാനമായി പറയട്ടെ, ആറാമത്തെ ദർശനം ഏതാണ്? അപ്പോസ്തലപ്രവൃത്തിയിൽ 27-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെ വായിച്ച്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ഒരു രാത്രിയിൽ ദൈവത്തെ എവിടെയാണെന്നറിയാമോ? മുഴുവൻ വായിക്കാൻ നേരമില്ല. പൗലോസ്ലീഹ 276 പേര്, പൗലോസ്ലീഹ ഉൾപ്പെടെ, അതിനകത്ത് പട്ടാളക്കാരും കാവൽക്കാരും അലക്സാന്ദ്രിയൻ കപ്പലിൽ ജോലിക്കാരുൾപ്പെടെ 276 പേര് ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കപ്പലിൽ ഇറ്റലിയിലേക്ക് പോവുകയാണ്. വലിയ കാറ്റും മോളവും തിരമാലയും ആഞ്ഞടിച്ചു. പാറിപ്പോയി എന്ന 27-ാം അധ്യായത്തിൽ പലയിടത്തും 27, 20 പറയുന്നുണ്ട്. കപ്പൽ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. കപ്പൽ കോപ്പുകൾ ഉൾപ്പെടെ എല്ലാം അതിൽ നിന്ന് വാരി പുറത്തേക്ക് കളഞ്ഞു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു തരത്തിലും മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നാൽ ദൈവമക്കളെ 27, 21 ഒന്നോടെ വായിച്ച്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ഹല്ലേലൂയ, കപ്പലില് ദൂതൻ വന്നു. കപ്പലില് കർത്താവായ യേശുക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്നു. എന്താ പറഞ്ഞത്? പൗലോസേ, ഭയപ്പെടരുത്. പേര് പറയാന്നേ. 276 പേരില് ഒരു ദൈവം ബന്ധനത്തിൽ കൊണ്ടുപോവുകയാണ്, വിസ്താരത്തിന് കൊണ്ടുപോവുകയാണ് രാജാവിൻ്റെ അടുക്കലേക്ക്. തടവ് പുള്ളി പോലെ പോവുകയാണ്. ദൈവത്തിന് അവിടെ ഇറങ്ങി വന്ന് പേര് ചൊല്ലി വിളിക്കുകയാണ്. പൗലോസേ, വായിച്ച്. പൗലോസേ, ഭയപ്പെടരുത്. ഭയപ്പെടേണ്ട.
നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഉണർന്നിരുന്ന് കേട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ദർശനമാണ്. പൗലോസേ, നിന്റെ കപ്പൽ ആടി ഉലയെന്ന് ഞാൻ കാണുന്നുണ്ട്. തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന 275 പേരും കപ്പിത്താൻ ഉൾപ്പെടെ ഉറച്ചു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഇനി തീർന്നു മുഴുവനായിട്ട്. അങ്ങനെ അവിടെ പറയും, ഇതെല്ലാം തീർന്നു, ആശയ്ക്ക് വകയില്ല. പഠിച്ചിട്ടും ജയിക്കാതെ പല പ്രാവശ്യം തോറ്റുപോയി. ഇനി ആശയ്ക്ക് വകയില്ല എന്ന് വിചാരിച്ച് ആരെല്ലാം ഇരിക്കുന്നുണ്ട്? വൈദ്യശാസ്ത്രം കൈവിട്ട രോഗവുമായി ആരെല്ലാം ഇത് കേൾക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. യാത്രയെല്ലാം മുടങ്ങിപ്പോയല്ലോ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് അങ്കലാപ്പോടെ ഭയവിഹ്വലരായി കഴിയുന്നവരാരെല്ലാം ഉണ്ട്? നിന്റെ അടുക്കലേക്ക് വ്യക്തിപരമായി, നിങ്ങൾ കൂട്ടമായിട്ടല്ല, വ്യക്തിപരമായി ഹല്ലേലൂയ എൻ്റെ പേര് വിളിച്ചുകൊണ്ട്, നിന്റെ പേര് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ ഉയർത്തുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിന്നിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. അത് നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും. ഹല്ലേലൂയ. 27-ാം അധ്യായത്തിന്റെ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് മാത്രം വായിച്ച്, വെരി ലാസ്റ്റ് സെന്റൻസ്. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടാൻ സംഗതി വന്നു. കാരണം ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു. ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു കപ്പലിനകത്ത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു തൊട്ട് രൂപാന്തരപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തുവിനെ ചങ്കിനകത്ത് സ്വീകരിച്ച രക്ഷകനകത്തുള്ളതായ ഒരു വിശ്വാസി അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കുടുംബം രക്ഷ പ്രാപിക്കുന്നു, കപ്പലിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു, എല്ലാവരും രക്ഷ പ്രാപിച്ച് അവിടെ എത്തി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം ഇന്ന് സമ്പൂർണ്ണമായി കൈമാറുന്ന ആരെല്ലാം ഉണ്ട്? എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം, ദേശത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം, സമൂഹത്തിന് വേണ്ടി ഞാൻ നിന്നുകൊള്ളാം. ഹല്ലേലൂയ. ഇനി പഴയതുപോലെ ഒരു പുത്തുവരുത്തി ആത്മീയമല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ കത്തി ജ്വലിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ അനേകരെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് ഒരു പുതിയ സമർപ്പണം എടുക്കുകയാണ്. ഇതെന്റെ ദമസ്കോസിന്റെ പടിവാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ തീരുകയാണ്, ശൗൽ പൗലോസായി മാറുകയാണ്. അത്ഭുതകരമായ രൂപാന്തരം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ്സോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തി വെട്ടി മിന്നട്ട ദൈവമക്കളെ, നിങ്ങൾ ഉള്ളം തുറന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഇപ്പോൾ കാൽവരിൽ കത്തിയതായ ആ സ്നേഹത്തിന്റെ തീ എന്നെ ഒന്ന് തീ പിടിപ്പിക്കണമേ. ഹല്ലേലൂയ. അതിനായി എൻ്റെ ചങ്ക് തുറന്ന് ആ തീയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന്റെ ഉള്ളറയിലേക്ക് ഞാനിതാ സ്വീകരിക്കുന്നു എന്ന് തീരുമാനിക്കുന്ന ദൈവമക്കൾ, ദേശത്തിന് വേണ്ടി നിന്നുകൊള്ളാമെന്ന് ഉറപ്പ് കൊടുക്കുന്ന ദൈവമക്കൾ, വിശുദ്ധിയോടെ ദൈവത്തിന് സാക്ഷിയായി ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ തീ വെട്ടി മിന്നട്ടെ. ഹല്ലേലൂയ. ദമസ്കോസ് ആവർത്തിക്കട്ടെ. ഹല്ലേലൂയ. കത്തി ജ്വലിക്കട്ടെ. കരിക്കട്ടുകൾ തീ പിടിക്കട്ടെ. അനേക സുവിശേഷകന്മാർ എഴുന്നേൽക്കട്ടെ. ദേശം നാശത്തിൽ നിന്ന് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരട്ടെ. ആത്മാക്കൾ വീണ്ടെടുപ്പ് പ്രാപിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.